ഹായ് വിവേഴ്സ്. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ ഞാനൊരു കറി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ആ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്കയും തക്കാളിയും വെച്ചിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കറിയാണ്. ഈ ഒരു കറി എന്തായാലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കറി തന്നെയാണ്. നല്ല സ്വാദിഷ്ടമായൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ചേർക്കുന്ന സമയത്ത് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ മെയിനായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് വെണ്ടയ്ക്കയാണ്, അതുപോലെ തന്നെ തക്കാളിയാണ്. അപ്പോൾ വെണ്ടയ്ക്ക നമുക്കൊന്ന് നന്നാക്കി എടുക്കാം. ഇതിൽ വളരെ നൈസായിട്ടല്ല നമ്മൾ വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുക്കുന്നത്, അത്യാവശ്യം വലുപ്പത്തിന് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു വലുപ്പമാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു കറിയിൽ കഷ്ണങ്ങളായിട്ടുള്ളത് വെണ്ടയ്ക്കയും തക്കാളിയാണ്. അപ്പോൾ അത് രണ്ടും ഒരേ സൈസിൽ തന്നെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് കുഴഞ്ഞു പോണ രീതിയിലല്ല നമ്മളിത് കറി വെക്കുന്നത് കേട്ടോ. നമുക്ക് കഴിക്കാനായിട്ട് ഈ ഒരു കഷ്ണങ്ങൾ കിട്ടണം. അപ്പോൾ ഞാൻ അതേ വെണ്ടയ്ക്ക അവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതേ സൈസിന് തന്നെ നമുക്ക് തക്കാളിയും കട്ട് ചെയ്തെടുക്കാം. തക്കാളി ഞാൻ 2 എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം എടുത്തതിൽ പുഴു ഉണ്ടായിരുന്നു, അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ വേറെ ഒരെണ്ണം എടുക്കുന്നുണ്ട്. അപ്പോൾ അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ഒരു പാൻ അങ്ങ് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടക്ക ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ ഈ വെണ്ടയ്ക്കൊക്കെ ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും ഒട്ടിപ്പിടിക്കലും ഒക്കെ മാറിയിട്ട്, അതുപോലെ തന്നെ കറിയിലാണെങ്കിൽ വല്ലാണ്ടങ്ങ് കുഴഞ്ഞു പോവാണ്ട് നമുക്ക് കഴിക്കാൻ പാകത്തിന് കഷ്ണം പോലെ കിടക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണത്. അപ്പോൾ ഏകദേശം അതൊന്ന് റോസ്റ്റായി കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. എരിവിന് നമ്മളിതിൽ മെയിനായിട്ട് പച്ചമുളക് തന്നെയാണ് ചേർക്കണേ കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം പച്ചമുളക് ചേർക്കാനായിട്ട്. ഇനിയിപ്പോൾ കല്ലുപ്പ് കുറച്ച് ചേർത്തിട്ടുണ്ട്, ഉപ്പ് ആവശ്യത്തിന് വേണം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ പിന്നെ ചേർക്കണത്. ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഈ വെള്ളത്തിൽ കിടന്നിട്ടാണ് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുക്കുന്നത്. അരപ്പ് ചേർത്തതിന് ശേഷം നമ്മളിത് വേവിക്കണില്ല കേട്ടോ. ഫുൾ വെന്തതിന് ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം വെന്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. സവാള നമ്മൾ ആദ്യമേ ചേർക്കാത്തത് വെന്തങ്ങ് കുഴഞ്ഞു പോകും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ തക്കാളിയും വെണ്ടയ്ക്കൊക്കെ ഒരു 3/4 ഭാഗം വെന്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മൂന്നും കൂടെ നന്നായിട്ട് വെന്ത് അതിലെ വെള്ളമൊക്കെ കുറച്ച് വറ്റി കഴിയുമ്പോൾ നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്കുള്ള അരപ്പും കൂടെ തയ്യാറാക്കാം. മിക്സ്ഡ് ജാറിലേക്ക് 1 മുറി തേങ്ങ നമുക്ക് ചിരകിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ഒരു 1/4 സ്പൂണോളം നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. ഒരു 2-3 കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി തേങ്ങയുടെ ഒപ്പം തന്നെ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് അരച്ച് നല്ല പേസ്റ്റാക്കി എടുക്കുക. ആ സമയം കൊണ്ട് തന്നെ അതേ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഒരു സവാളയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു കറി തിളപ്പിക്കരുത്, പിരിഞ്ഞ മാതിരിയായി പോകും കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ടേസ്റ്റും മാറും കേട്ടോ. ഇനി നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമുക്ക് എത്രയാണോ ഈ ഒരു കറിയുടെ ഗ്രേവി വേണ്ടത് അതിനുള്ള വെള്ളം ഈ സമയത്ത് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലെ വെള്ളമൊന്നും വറ്റിച്ചെടുക്കുകയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുക്കാവുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ഈ ഒരു കറി കുറച്ച് കുറുകും, അതനുസരിച്ചിട്ട് ലൂസാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഞാൻ ഈ ഒരു പരുവത്തിനാണ് എടുത്തിട്ടുള്ളത്. ഇത് ചൂടാറി കഴിയുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് തലേന്ന് ഈ കറി റെഡിയാക്കി വെച്ചിട്ട് പിറ്റേന്ന് കഴിക്കാനൊക്കെ ആയിട്ടാണ് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കാം. എന്നിട്ട് ഇതിലേക്ക് വറവിട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ, കടുക്, അതുപോലെ ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില, കുറച്ച് കാശ്മീരി മുളക് പൊടി, ഇതാണ് നമ്മുടെ വറവെന്ന് പറയണത്. ഈ ഒരു കറി മൺചട്ടിയിൽ ഉണ്ടാക്കുന്നത് തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എൻ്റെ കയ്യിൽ വലിയ മൺചട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മറ്റൊരു പാത്രത്തിലാക്കിയെന്നുള്ളൂ കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ മൺചട്ടിയിലും കൂടി ആക്കുകയാണെങ്കിൽ നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയായിരിക്കും. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റാണ് കേട്ടോ. നമ്മൾ അമ്മമാർ സ്കൂളിൽ കുട്ടികൾക്ക് കൊടുത്തു വിടാനും അതുപോലെ ജോലിക്കാരൊക്കെ ആണെങ്കിൽ വെറൈറ്റി കറികൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കറി നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ചെയ്തു നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പികളൊക്കെ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.